നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. അങ്ങനെ ബുധനാഴ്ച ദിവസമാണ് നമ്മുടെ കമൻറ്റ് സെക്ഷനാണ്. അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ കമൻസിൽ നിന്ന് നല്ല നല്ല കമൻസ്, അതായത് നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നല്ല സംശയങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. സ്കൂട്ടിക്കൊക്കെ ഉള്ള സൂപ്പർ ഹെഡ്ലൈറ്റ് ഉണ്ടോ ബ്രോ? അതായത് LED ലൈറ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു. കാരണം LEDയുടെ ഒരു ബൾബിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സ്കൂട്ടർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും ഓരോ ബൾബ്, അതായത് ഹാലജൻ ബൾബാണ് നിങ്ങളുടെ വാഹനത്തിൽ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഏത് ബൾബാണ് വരുന്നത് നോക്കിയിട്ട് ആ ബൾബ് തന്നെ, അതായത് ആ സെയിം നമ്പർ തന്നെ, അതായത് ഇപ്പോൾ H1, H4, H7, H11 എന്നൊക്കെ പറയുന്ന പോലെ ഓരോ നമ്പർ വരുന്നുണ്ട് ഓരോ ബൾബിന്. അതിൻ്റെ ഹോൾഡേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ആ നിങ്ങളുടെ വാഹനത്തിൽ വരുന്ന ബൾബ് ഏതെന്ന് നോക്കുക, ആ ബൾബ് റീപ്ലേസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ പേരും കൂടെ കമൻസിൽ തന്നെ വെക്കുകയാണെന്നുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് മനസ്സിലാകുന്നതായിരിക്കും, ബാക്കിയുള്ളവർക്ക് നിങ്ങളെ അറിയാനും സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം. നമുക്ക് അടുത്തോട്ട് പോകാം. ബ്രോ, LED ഫ്യൂസ് ആയാൽ ഹെഡ്ലൈറ്റ് യൂണിറ്റ് മൊത്തം മാറ്റണോ? നമുക്ക് കമ്പനി ഇൻബിൽറ്റ് വരുന്ന വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ LED ബൾബാണ് ഫ്യൂസ് ആയി പോയിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നമുക്കത് റിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. റിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഹെഡ്ലാമ്പ് അസംബ്ലി ഫുൾ അഴിച്ച് അത് ഡിസ്മാൻഡിൽ ചെയ്തൊക്കെ ചെയ്യാം. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എഫക്റ്റീവ് ആണെന്ന് ഞാൻ ഒരു കാരണവശാലും പറയത്തില്ല. അതിനെ കഴിഞ്ഞ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്യുന്നതാണ്. പക്ഷേ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു എളുപ്പ വഴിയും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ആ ഒരു ഹെഡ്ലൈറ്റിന്റെ അവിടെ ഒരു ഹിറ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് കൊണ്ട് തട്ടി അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതായിരിക്കും. ഇൻഷുറൻസ് ക്ലെയിമിൽ ആ ലൈറ്റ് കത്തണോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് പുതിയത് റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ചേട്ടാ, എൻ്റെ i10 2007 മോഡൽ സൈലൻസറിൽ നിന്നും സ്മെല്ലും കൂടെ നല്ല രീതിക്ക് കരിയും വരുന്നുണ്ട്. എന്തുകൊണ്ടാകും? മൈലേജ് 7 വരെ കിട്ടുന്നുള്ളൂ. പെട്രോൾ വാഹനം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും സൈലൻസറിൽ നിന്നും സ്മെല്ല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവലിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം അപ്പോൾ ഫ്യൂവൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഉള്ള ഫ്യൂവൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടാങ്കിനകത്തുള്ള ഫ്യൂവൽ ഫുള്ള് ബേൺ ചെയ്ത് കളയുക. അതായത് ഓടിച്ചൊന്നെങ്കിൽ കത്തിച്ച് തീർക്കുക. കത്തിച്ച് കളഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ടാങ്ക് ഫുൾ ഇറക്കി ഫ്യൂവൽ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുക. നല്ല പെട്രോൾ യൂസ് ചെയ്ത്, പഴയത് കളഞ്ഞിട്ട് നല്ല പെട്രോൾ മേടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് അതും കളഞ്ഞിട്ട് പുതിയ പെട്രോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിൻ്റെ കൂടുതൽ തന്നെ അത് മാറുന്ന കൂടുതൽ തന്നെ നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ടാങ്ക് ഇറക്കി ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്യൂവൽ ഫിൽട്ടർ അഥവാ പെട്രോൾ ഫിൽട്ടറും റീപ്ലേസ് ചെയ്തോണം. അതിനുശേഷം ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ ഫ്യൂവൽ ലൈനിലും ഇഞ്ചക്ടേഴ്സിലും ഒക്കെ ഉള്ള ഫ്യൂവൽ കുറച്ചുകൂടെ കത്താൻ കാണും. അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയൊരു സ്മെല്ല് വരും. എന്നാലും ഈ പുതിയ ഫ്യൂവൽ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പ്രശ്നം മാറും, കാർബണിൻ്റെ ഡെപ്പോസിറ്റും കുറയും. ഇതിനകത്ത് എനിക്ക് രണ്ട് കാര്യം കൂടെ ചോദിക്കാനുള്ള, നിങ്ങളുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷനും സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷനും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പെട്രോൾ വാഹനമാണെങ്കിൽ, അല്ലെങ്കിൽ ഡീസൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ബ്ലോക്ക് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. അഥവാ വേറെ ഏതെങ്കിലും രീതിക്ക് എയർ പാസേജിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സെയിം പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. 7 വരെ മൈലേജ് കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പെട്രോൾ ആണെന്ന് തന്നെ സങ്കല്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിട്ട് അതിന് മടുപ്പുണ്ടെങ്കിൽ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിക്കേണ്ട, അത് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് വിട്ടാൽ ഈ പറഞ്ഞ പ്രശ്നം മാറുന്നതായിരിക്കും. Type 2 സ്വിഫ്റ്റിന് സെയിം പ്രോസസ് ആണോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം വന്നിരിക്കുന്നത് ഞാൻ സ്വിഫ്റ്റിന്, അതായത് ഏറ്റവും പുതിയ മോഡൽ സ്വിഫ്റ്റിന് ഡിക്കിയിൽ സ്വിച്ച് വെക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പ്രസ് സ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു LXi വേരിയൻറ്റിൽ. അപ്പോൾ Type 2 സ്വിഫ്റ്റിനും ഷുവർ ആയിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ Type 2 സ്വിഫ്റ്റിൻ്റെ സ്വിച്ചിന് വ്യത്യാസമുണ്ട്. ആ സ്വിച്ച് തന്നെ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ പറഞ്ഞ സെയിം പ്രൊസീജിയറിന് വ്യത്യാസമൊന്നുമില്ല, ആ രീതിക്ക് ആ സെയിം പ്രൊസീജിയർ തന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. Bro, one doubt. I remember that in one of your previous video you have said that we should not wash our car just after a drive when the engine is hot because it causes crack in the engine block. കറക്റ്റ് കാര്യമാണ്. അതായത് വാഹനം ഒരു ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഉടനെ വാഹനം വാഷ് ചെയ്യാൻ പാടില്ല. നമ്മുടെ എഞ്ചിൻ റൂമിനകത്തോട്ടൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എഞ്ചിൻ്റെ ഭാഗത്ത് ക്രാക്ക് ഉണ്ടാവും. ശരിയാണ്. So when people asked if driving in rain could cause this, you said that when driving in rain the engine is running and producing heat continuously and this will not cause any issue. അതായത് അപ്പോൾ അതിനകത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്, മഴയത്ത് ഓടിക്കുന്ന സമയത്ത്, അതായത് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് എഞ്ചിനെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞൊരു ഉത്തരവാണ്, വാഹനത്തിൻ്റെ എഞ്ചിൻ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഡൗട്ട് പറയുന്നുണ്ട്, ബട്ട് ഐ ഹാവ് എ ഡൗട്ട്. What if we park the car in an open area after a drive when the engine is hot and it suddenly start to rain heavily? Will it cause crack in the engine block or any other issues as when parked with the engine off? The engine is no more producing heat. Bro, I am sorry if this question seems very silly. ഒരിക്കലുമല്ല.
പ്ലീസ് റിപ്ലൈ. ഇതൊരു സില്ലി ക്വസ്റ്റ്യൻ അല്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്ത് ഡൗട്ട് വന്നാലും, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഈ ഓട്ടോമൊബൈൽ ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടംപോലെ സംശയങ്ങളാണ്. അത് ചെറിയൊരു സില്ലി സംശയങ്ങളാണെങ്കിൽ പോലും അതൊക്കെ നമുക്ക് വാല്യുബിൾ ആണ്. അപ്പം ഞാനും ഓരോ ചെറിയ ചെറിയ സംശയങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പാകാൻ സാധിച്ചിരിക്കും. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം, വാഹനം ഒരുപാട് ദൂരം ഓടിയതിനു ശേഷം ഒരിടത്ത് കൊണ്ട് പാർക്ക് ചെയ്തു, അന്നേരം മഴ പെയ്യാൻ തുടങ്ങി, പക്ഷെ വാഹനം ഓഫ് കണ്ടീഷനിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് വാഹനത്തിന്റെ എഞ്ചിൻ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഒരു കാരണവശാലും പ്രശ്നം വരുന്നില്ല. കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാഹനം മഴയത്ത് പാർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിനകത്തോട്ട് വെള്ളം എന്ന് പറയുന്നൊരു സാധനം പോകത്തില്ല. ശ്രദ്ധിക്കുക. അതായത് വാഹനം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെ തന്നെയാണ്. ഫ്രണ്ടിലത്തെ ഗ്രില്ലൊക്കെ ആണെങ്കിൽ പോലും എയർ പാസേജ് ഉണ്ടെങ്കിൽ പോലും ഈ എയർ ചെല്ലുന്നത് റേഡിയേറ്റർ അഥവാ കണ്ടൻസർ യൂണിറ്റിലോട്ട് മാത്രമേ ഉള്ളൂ. എഞ്ചിൻ സൈഡ് ഫുള്ള് ക്ലോസ്ഡ് ആണ്. പലരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള രീതിയാണ്. പല വാഹനങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഫ്രണ്ടിലത്തെ ഗ്രില്ല് കട്ട് ചെയ്ത്, അതായത് അതിനകത്ത് ഒരുപാട് ക്ലോസ് ഏരിയാസ് ഉണ്ട്, അത് കട്ട് ചെയ്ത് അവിടെ മെഷ് ചെയ്ത് അതിനകത്തൂടെ എയർ കയറ്റിവിടും. എയർ കയറ്റിവിടും എന്ന് പറഞ്ഞാൽ കാണാനുള്ള ഭംഗിക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ആ എയറിന്റെ കൂട്ടത്തിൽ വെള്ളം ചെല്ലും. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന്റെ എഞ്ചിന് പണി കിട്ടുന്നതായിരിക്കും. ഉടനെ ഒന്നും പണി വരത്തില്ല, പതുക്കെ വരത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിലും കൂടെ ഡൗട്ട് ഒന്ന് തീർക്കാം. അതായത് മഴയുള്ള സമയത്ത് നിങ്ങൾ പാർക്ക് ചെയ്തിട്ടാലും എഞ്ചിൻ എത്ര ഹീറ്റ് ആണെങ്കിലും മഴ പെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിന്റെ മുകളിൽ അല്ലെങ്കിൽ എഞ്ചിനിലോട്ട് വെള്ളം വീഴത്തില്ല. 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതേ സ്ഥാനത്ത് ഞാൻ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഹുഡ് തുറന്ന്, അതായത് നമ്മുടെ ബോണറ്റ് തുറന്ന് വാഷ് ചെയ്യുന്ന സമയത്ത് അവിടെ വെള്ളം വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ എഞ്ചിൻ റൂം വാഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ വെള്ളം വീണ് കഴിഞ്ഞാൽ പ്രശ്നമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കാം, ഒന്നും തന്നെ പ്രശ്നം വരാനില്ല. CVT ട്രാൻസ്മിഷൻ എന്താണെന്ന് അറിയാവോ? യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, കണ്ടു നോക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ അമേസിൻ്റെ റിവ്യൂ ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഓട്ടോമാറ്റിക് വേരിയന്റിൽ പാഡിൽ ഷിഫ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എസ് മോഡ് അഥവാ സ്പോർട്സ് മോഡിലോട്ട് മാറ്റി കഴിഞ്ഞ് ഈ വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എസ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് ഗിയേഴ്സ് ചേഞ്ച് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര്, അതായത് ഇച്ചിരി ചിന്തിക്കുന്ന ആൾക്കാർ പറഞ്ഞൊരു കാര്യം, CVTയിൽ എവിടെയാണ് ഗിയേഴ്സ്, നീ പോയി പഠിച്ചിട്ട് വാ എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന രീതിക്ക് തന്നെ ആ വാഹനത്തിൽ നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കും. പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ റേഷ്യോസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ടെക്നിക്കൽ പറയുന്നത് കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവണം. അതാണ് എൻ്റെ മെയിൻ അജണ്ട. ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് സാധാരണ ഒരു മാനുവൽ വാഹനം ഓടിക്കുന്ന പോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തന്നെ CVT വാഹനത്തിൽ പാഡിൽ ഷിഫ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മാനുവൽ ആണോ എന്ന് ചോദിച്ചാൽ അത് ഒരു കാരണവശാലും മാനുവൽ അല്ല. ഗിയേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഗിയേഴ്സ് ഒന്നുമില്ല അതിനകത്ത്. അത് വളരെ കൃത്യമായിട്ട് വീഡിയോ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അന്നേരം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ കാണണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡീസൽ വാഹനത്തിന് നെഗറ്റീവ് പറയുന്ന നിങ്ങളും ഡീസൽ കാർ എടുത്തോ? ഷുവർ ആയിട്ട് ഞാൻ ഡീസൽ വാഹനത്തിനെ കുറിച്ച് നെഗറ്റീവ് അല്ല പറയുന്നത്. ഡീസൽ വാഹനത്തിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു ഡീസൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ കോസ്റ്റ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ പല വീഡിയോസിലും ഡീസൽ വാഹനത്തിന് നമുക്ക് മെയിൻ്റെനൻസ് കൂടുതലാണെന്നല്ല, അത് ഒരു വീഡിയോയിൽ ഞാൻ ഡീസൽ വാഹനം കൊള്ളില്ല അല്ലെങ്കിൽ എഞ്ചിൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ 1.5 ലിറ്റർ 3 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ എടുക്കത്തില്ല. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, കുഴപ്പമില്ല, ഡീസൽ വാഹനം എടുക്കാം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സെനീറിയോ വെച്ച് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും പെട്രോൾ, ഹൈബ്രിഡ്, EV ഈ 3 സെഗ്മെന്റിലോട്ട് ചുരുങ്ങി പോവുകയാണ്. അതിൽ പെട്രോൾ ഇനി പതുക്കെ മാഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്രോൾ, ഹൈബ്രിഡ് മിക്കവാറും ഇനിയിപ്പം നിലനിൽക്കാൻ ചാൻസസ് കൂടുതലുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വരാൻ സാധ്യതയുള്ള EV തന്നെയാണ്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരുപാട് വാഹനങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. അടുത്തത്, കാർ പോർച്ചിൽ ഒരു സൈഡിൽ പിൻഭാഗത്ത് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് നേരിട്ട് വെയിൽ അടിക്കുന്ന കളർ മങ്ങുമോ? ശരിക്കും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വെയിൽ അടിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം മാറ്റിയിടുന്നത് തന്നെ ആയിരിക്കും നല്ല. അല്ലെങ്കിൽ അത്രയും പോർഷനില്ല, അതിപ്പോൾ പ്ലാസ്റ്റിക് വരുന്ന പോർഷൻ ഉണ്ടായിരിക്കും, നമ്മുടെ ടെയിൽ ലൈറ്റിന്റെ പോർഷനൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ചെറിയ രീതിക്ക് ക്രാക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഒരുപാട് വെയിലടിച്ച് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് അങ്ങനെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് വെയിലടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്ലൈൻഡ്സോ അല്ലെങ്കിൽ കർട്ടൻസോ കാര്യങ്ങൾ എന്തെങ്കിലും ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ആരെങ്കിലും വെറുതെ തരുമെന്ന് പറഞ്ഞാലും ഈ വണ്ടി എടുക്കരുത്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് വാഹനം എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ, എന്തുകൊണ്ട് ഞാൻ ആക്സിഡന്റ് തന്നെ എടുത്തു, അതൊരു 3 സിലിണ്ടർ ഡീസൽ വാഹനം എന്തുകൊണ്ട് എടുത്തു, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഹൗ അബൌട്ട് അതേഴ്സ് ഐസ്, മോക്കോയുടെ ഫോഗ് ലാമ്പിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹൈ ആൻഡ് ലോ വരുന്ന
മോഡലിൻ്റെ ഹൈ ബീമും ലോ ബീമും വരുന്ന മോഡലിൻ്റെ ഫോഗ് ലാമ്പ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യമാണ് ഹൗ അബൌട്ട് അതർ സൈസ്. ബാക്കിയുള്ളവരുടെ കണ്ണിനെ കുറിച്ച് ഇപ്പോൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിക്ക് നിങ്ങളത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രോപ്പർ ഫിറ്റിംഗ് ആണെങ്കിൽ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കണ്ണിലല്ല അടിക്കുന്നത്, മറിച്ച് റോഡ് വിസിബിലിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നാൽ പ്രോപ്പറായിട്ടുള്ള രീതിക്ക് ഫിറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കണ്ണിലടിക്കും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന വാഹനം അല്ലെങ്കിൽ കമ്പനി എനിക്ക് തന്നിരിക്കുന്ന ഒരു വാഹനം, അതിൽ ഹൈ ആൻഡ് ലോ ബീം ഉണ്ട്. അതിൽ ഞാൻ ഹൈ ബീം ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കണ്ണിട്ട് അടിക്കും ഉറപ്പായിട്ടും. എൻ്റെ രീതിക്ക് മര്യാദയ്ക്ക് ഞാൻ വാഹനം ഓടിക്കുകയാണെങ്കിൽ ലോ ബീമിൽ ഓടിക്കും. ദാറ്റ്സ് ഓൾ. അതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. അടുത്തത്, രാകേഷ് ചേട്ടാ, ഇപ്പം ഒരുപാട് വാഹനം CNGയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമോ? ഓൾട്ടോ മുതൽ ക്രെറ്റ വരെ CNG കിറ്റ് കയറ്റുന്നത് കണ്ടു. ഫ്യൂവൽ എക്സ്പെൻസ് കുറവാണെന്നും അവർ തന്നെ പറയുന്നു. അതുപോലെ പുള്ളിങ് കുറവുണ്ടോ എന്നൊരു വീഡിയോ പ്രതീക്ഷിക്കുന്നു. ബൈ റോമിയോ റോയ്. നല്ലൊരു കാര്യം റോമിയോ. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ അല്ല, അതിൻ്റെ കണ്ടന്റ് ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. സെറ്റ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പെട്രോൾ വാഹനമാണെന്നുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് CNG ആക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, എൻ്റെ വാഹനത്തിന് കിട്ടുന്ന 17 കിലോമീറ്റർ മൈലേജ്, ഞാനൊരു CNG ഫിറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന 27 കിലോമീറ്റർ മൈലേജ്, അങ്ങനെയാണെങ്കിൽ അത് ലാഭമല്ലേ? പക്ഷെ നമ്മൾ ആദ്യം ആ ലാഭത്തിൻ്റെ സൈഡ് നോക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വരാൻ പോകുന്ന പണി എത്ര പേര് ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയേണ്ടത്. അതായത് നിങ്ങളിപ്പം ഈ ഒരു വാഹനം CNGയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 60,000 ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, നിങ്ങൾ കറക്റ്റ് എമൗണ്ട് ഒന്ന് കൊടുത്തേക്കുക. ഒരു 60,000 രൂപ മുടക്കിയാൽ നിങ്ങളുടെ വാഹനം CNGയിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുടക്കുന്ന ഒരു 60,000 അതിനുശേഷം നിങ്ങളുടെ വാഹനത്തിന് പണി വരുമോ എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ആദ്യത്തെ ഒരു ലാഭം ചിലപ്പോൾ ഒരു വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ പോകുമ്പോൾ അത് കഴിയുമ്പോൾ ഉള്ള കാര്യമോ? അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇനി അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പോകുന്നൊരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ കമ്പനി തരുന്ന വാഹനത്തിന് എഞ്ചിൻ പ്രശ്നം വരുമോ? ഇതിനെല്ലാം കൂടെ കൂട്ടി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡാഷ് ക്യാം ഫ്യൂസ് വഴി എടുത്ത് പ്രവർത്തിക്കുന്നത് നല്ലതാണോ? ഇത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് ഓഫ് ആക്കി ഇടാൻ പറ്റുമോ? എൻ്റെ ഡാഷ് ക്യാം കണക്ട് ചെയ്ത് ഓഫ് ആക്കാൻ പറ്റുന്നുണ്ട്. ക്യാമറ പക്ഷേ ഇതിലെ കണക്ഷൻ വഴി പവർ പോകുന്നുണ്ടോ? ബാറ്ററി ഡൗൺ ആകുമോ? അല്ലെങ്കിൽ ഫ്യൂസ് താക്കോൽ പ്രവർത്തിക്കുന്ന വിധത്തിൽ ആക്കി തരാമോ? പ്ലീസ് റിപ്ലൈ. 100%. ശരിക്കും നമ്മുടെ വാഹനം ഡാഷ് ക്യാം കണക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഡാഷ് ക്യാം ഡയറക്റ്റ് 12 വോൾട്ടിൻ്റെ സിഗരറ്റ് ലൈറ്ററിനകത്തോട്ട് കണക്ട് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇതിൻ്റെ ഒരു വയറിംഗ് ഹാർനസ് മേടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് വാഹനത്തിൻ്റെ ഫ്യൂസിൽ നിന്ന് കണക്ഷൻ എടുക്കാം. ഫ്യൂസിൽ നിന്ന് കണക്ഷൻ എടുത്തുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ആരും അത് ഡിസ്കണക്ട് ചെയ്തിരത്തില്ല. മറ്റേതാണെങ്കിൽ പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്തിരും. പിന്നെ ഇവിടെ വരുന്നൊരു ഡ്രോബാക്കും കൂടെ പറയാം. നിങ്ങളുടെ വാഹനം മാസത്തിൽ ഒന്നൊക്കെ ഒരു ഓട്ടം വരുന്നുള്ളൂ. അതായത് വളരെ ഓട്ടം കുറവുള്ള വാഹനമാണെങ്കിൽ ഒരു കാരണവശാലും വയറിംഗ് ഹാർനസ് യൂസ് ചെയ്യേണ്ട. ജസ്റ്റ് 12 വോൾട്ട് സോക്കറ്റ് കണക്ട് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന രീതിയാക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി കൺസ്യൂം ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ബാറ്ററി കൺസ്യൂം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററി ഡൗൺ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ആഴ്ചയിൽ ഒന്നെങ്കിലും എടുക്കുന്ന വാഹനമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന പോലെ കീ ഓൺ ആക്കുന്ന രീതിക്ക് ആക്കാൻ സാധിക്കും. അതിനകത്ത് ഒരു യെല്ലോ ലൈൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. യെല്ലോ ലൈൻ വരുന്നത് ഊരി വെച്ചും അത് നമ്മുടെ ACCയുടെ അങ്ങോട്ട് തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം തീരുന്നതായിരിക്കും. ഈ വാഹനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം ആയിരിക്കും. ആക്സെന്റ്. ഒരുപാട് പേര് ഇങ്ങനെ ഒത്തിരി നെഗറ്റീവ്സ് പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഡിയർ ബ്രോ, കാനിസ്റ്റർ ബ്ലോക്ക് ആയാൽ ഇങ്ങനെ സ്മെല്ല് വരുമോ? പർജ് വാൽവ് കേടായാൽ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ടോ? മൈ വാഗണാർ ചില സമയത്ത് പ്രത്യേകിച്ച് കോൾഡ് സ്റ്റാർട്ടിങ് കാനിസ്റ്ററിലേക്ക് ഫ്യൂവൽ ലൈൻ ലീക്ക് വരുന്നുണ്ട്. എന്തായിരിക്കും കാരണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർക്കോൾ കാനിസ്റ്ററിന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ സ്മെല്ല് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ ബ്ലോക്ക് ആവുന്നൊരു സാധനമല്ല. അത് ഒന്നാമത്തെ കാര്യം. വളരെ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസാണെന്ന് തന്നെ പറയും ഇത് ബ്ലോക്ക് ആവുന്നത്. അല്ലാത്ത പക്ഷേ ഇത് അങ്ങനെ ബ്ലോക്ക് ആവുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, പർജ് കൺട്രോൾ വാൽവിന് പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കും. അതായത് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചിരിക്കും, ഒരു എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് കാണിക്കും. നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പർജ് കൺട്രോൾ വാൽവിൻ്റെ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാവും. പിന്നെ ഈ പറയുന്ന പോലെ കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ ഫ്യൂവൽ ലൈൻസിൽ ഒരു കാരണവശാലും ഈ കാനിസ്റ്ററിലോട്ട് വരുന്ന ലൈനിനകത്ത് ഫ്യൂവൽ വരുന്നില്ല. ഓൺലി വേപ്പർ മാത്രമാണ് വരുന്നത്. ഇതിലെപ്പോഴെങ്കിലും ഫ്യൂവൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാതെ കണക്ഷൻ എന്തെങ്കിലും മാറി ഇതിനകത്ത് ഫ്യൂവൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന് എഞ്ചിൻ പണി വരും.
അതെങ്ങനെ എഞ്ചിൻ പണി എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എന്തുകൊണ്ട് കാനിസ്റ്റർ വഴി ഫ്യൂവൽ വന്നു കഴിഞ്ഞാൽ, കാനിസ്റ്റർ വഴി വേപ്പർ വന്നാൽ കുഴപ്പമില്ല, പക്ഷേ ഫ്യൂവൽ വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ പണി ആവുമെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ബ്രോ, എൻ്റെ സ്വിഫ്റ്റ് ഡീസലാണ്, ക്ലച്ച് ഇപ്പം പണിഞ്ഞു, ബട്ട് ഗിയർ വീഴാൻ പാടാണ്, ഭയങ്കര ടൈറ്റ് ഉണ്ട്, ഇതുകൊണ്ടാണ് പണിഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡീസൽ വാഹനത്തിന്റെ ക്ലച്ച് മാറിയത് അല്ലെങ്കിൽ മാറാനുള്ള കാരണം ടൈറ്റ് കൊണ്ടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നെങ്കിൽ ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, അതായത് ക്ലച്ചിന്റെ പ്രഷർ പ്ലേറ്റിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഗിയർ ഷിഫ്റ്റിങ്ങിൽ ഗിയർ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനം ഓഫ് ചെയ്തിടുക. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഓരോ ഗിയേഴ്സ് ഇട്ട് നോക്കുക. ഗിയേഴ്സ് സ്മൂത്ത് ആയിട്ട് വീഴുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് ഔട്ട് ഗിയേഴ്സ് ഇടുക. അങ്ങനെ ഗിയേഴ്സ് ഇടുന്ന സമയത്ത് ഗിയർ വീഴാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്ലൈ വീലിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ പ്രഷർ പ്ലേറ്റ്, ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഗിയർ വീഴാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. അല്ലാതെ ഗിയർ ബോക്സിൻ്റെ അസംബ്ലിയുടെ പ്രശ്നം കൊണ്ട് ഒന്നുമല്ല ഈ പറഞ്ഞൊരു പ്രോബ്ലം വരുന്ന ഒരു കാര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാഹനത്തിന്റെ ക്ലച്ച് പ്രഷർ പ്ലേറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു മെത്തേഡ് നോക്കിയിട്ട് ഓക്കെ ആണ്, അതായത് ഗിയേഴ്സ് സ്മൂത്ത് ആയിട്ട് വീഴുന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സിലോട്ട് ചെക്ക് ചെയ്യേണ്ട. ഇനി അതല്ല, വാഹനം ഓഫ് ചെയ്തിരിക്കുന്ന കണ്ടീഷനിൽ ഗിയേഴ്സ് വീഴാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന്റെ ഗിയർ ബോക്സിന്റെയോ സെലക്ടർ അസംബ്ലിയുടെയോ കാര്യങ്ങൾക്ക് പ്രശ്നമുണ്ട്. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. 19/1/2025 3 സിലിണ്ടർ വാങ്ങണം എന്ന മോഹവുമായി ചെന്ന് കയറിയത് നമ്മുടെ ആക്സിഡന്റിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മുടെ ശബരീഷ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ഡ്രീം കാർ, ബട്ട് ഈസ് ഇറ്റ് എ ഗുഡ് ഡിസിഷൻ ടു ബൈ ആൻ ഓൾഡ് കാർ വിത്ത് ഡീസൽ എഞ്ചിൻ ഇൻ ദിസ് ടൈം? 100%. ഞാൻ പറഞ്ഞ പോലെ ഒരു വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട്, അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാനത് പറഞ്ഞുതരാം. പാഡിൽ ഷിഫ്റ്റേഴ്സ് മാറ്റാൻ എസ് മോഡ് വെച്ചിരിക്കുന്നത് എങ്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇല്ലാത്ത വാഹനത്തിലും എസ് മോഡ് എന്തിനാണ്? എസ് മോഡിൽ ഇട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് മാറ്റണം എന്ന് പറഞ്ഞത് കൊണ്ട് എസ് മോഡിന്റെ ശരിക്കും ഉപയോഗം പറഞ്ഞിട്ടില്ല. ഓക്കെ, ഷുവർ ആയിട്ടും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് മോഡ് എന്ന് പറഞ്ഞ സ്പോർട്സ് മോഡ് തന്നെയാണ്. അത് സാധാരണ നോർമൽ CVT വാഹനങ്ങളിലും വരുന്നുണ്ട്. മോഡ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് മോഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്പോർട്സ് മോഡ് വരുന്ന എല്ലാ വാഹനത്തിനും പാഡിൽ ഷിഫ്റ്റേഴ്സ് വരണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്ന വാഹനങ്ങളിൽ അല്ലെങ്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ള വാഹനങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഡി മോഡിൽ ഇട്ടാണെങ്കിൽ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഡി മോഡിലിട്ട് നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാം, മീൻസ് ഗിയേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന പോലെ പ്ലസ് ആൻഡ് മൈനസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല. നമ്മൾ ഡൗൺ ചെയ്താൽ, ഡി മോഡിൽ ഡൗൺ ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മൾ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൈയെടുത്ത് അല്ലെങ്കിൽ ആക്സിലറേറ്റർ കൊടുത്തു കഴിയുമ്പോൾ വിത്തിൻ 3 സെക്കൻഡ്സ് ഗിയേഴ്സ് തന്നെ ചേഞ്ച് ആവും. പക്ഷേ എസ് മോഡിൽ നിൽക്കുന്ന സമയത്ത്, അതായത് നിങ്ങളൊരു എസ് മോഡിൽ നിന്നിട്ട് നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, വാഹനം ഒരു സെക്കൻഡ് ഗിയറിലാണ് സങ്കല്പിക്കുക. ഇതിൽ സെക്കൻഡ് ഗിയറിലെ ഗിയർ റേഷ്യോ ആണെങ്കിൽ പോലും സെക്കൻഡ് ഗിയർ ഞാൻ എടുത്ത് പറയാം, നമുക്ക് വ്യക്തമായിട്ട് അതിൽ കാണാൻ സാധിക്കും, 2 എന്ന് പറഞ്ഞ് കാണാം. അങ്ങനെ ഒരു സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അത് അപ്പ് ഷിഫ്റ്റ് ഒരു കാരണവശാലും ആകത്തില്ല. ഈ അമേസിൽ എസ് മോഡിലിട്ട് നിങ്ങൾ പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ തന്നെ ഓടത്തുള്ളൂ. നിങ്ങളുടെ വാഹനത്തിന്റെ സ്പീഡ് ഒരു 80 കിലോമീറ്റർ ആയാലും സെക്കൻഡ് ഗിയറിൽ തന്നെ പോകത്തുള്ളൂ. അത് ടോപ്പിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ തേർഡ് ഗിയറിലാക്കണമെങ്കിൽ പ്ലസിൽ പ്രസ് ചെയ്യേണ്ടി വരും. അതായത് പാഡിൽ ഷിഫ്റ്റേഴ്സിൽ പ്ലസിൽ പ്രസ് ചെയ്താൽ മാത്രം അത് നെക്സ്റ്റ് ഗിയർ ഷിഫ്റ്റ് ആകത്തുള്ളൂ. അതായത് ഗിയർ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് പാഡിൽ ഷിഫ്റ്റേഴ്സ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എസ് മോഡ് കൊടുത്തിരിക്കുന്ന സ്പോർട്സ് മോഡ് നോർമലായിട്ട് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഡൗൺ ആൻഡ് അപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞൊരു ഫോമാറ്റ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സ്പോർട്സിന്റെ ഫീൽ ഒരിക്കലും ടോപ്പ് ഗിയറിലോട്ട് ചെല്ലത്തില്ല. ഇപ്പം നമ്മുടെ വാഹനം ഒരു 5 സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 സ്പീഡ് വരെ ഈ വാഹനം നിൽക്കത്തുള്ളൂ. ചേട്ടാ, ഞാൻ യൂസ് ചെയ്യുന്ന ക്രെറ്റ ഡീസൽ വേരിയന്റ് ആണ്. ഇടയ്ക്ക് എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് കത്തും. സർവീസ് സെന്ററിൽ ചോദിച്ചപ്പോൾ കാർബൺ അടിഞ്ഞു കൂടിയതാണെന്ന് ഇഷ്യൂ ഇല്ലെന്നും പറഞ്ഞു. കഴിഞ്ഞ വീക്ക് തേർഡ് സർവീസ് കഴിഞ്ഞ് ഇറക്കി. ഇന്ന് രാവിലെ എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് കത്തി. ഈസ് ഇറ്റ് കോമൺ? ഒരു കാരണവശാലും ഇത് കോമൺ അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വാഹനത്തിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വാഹനം കൊണ്ട് സർവീസ് സെന്ററിൽ കാണിച്ച് അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. ഒരു തേർഡ് സർവീസിൽ ഒരിക്കലും ഇങ്ങനെ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് അഥവാ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റായ ഒരു ധാരണയാണ്. ഈ ഒരു ചെറിയ കിലോമീറ്ററിലൊന്നും ഒരു കാരണവശാലും അങ്ങനെ ഒരു കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടാകില്ല. അത് ഉറപ്പായിട്ടും അവരത് ക്ലിയർ ആക്കി തരേണ്ടതാണ്. അത് നിങ്ങൾ തന്നെ ഒന്നെങ്കിൽ അവരത് ക്ലിയർ ആക്കുന്നില്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ ഫ്രണ്ടിലോട്ട് പോവാം. ഉണ്ടായിക്ക് തന്നെ ഒരു മെയിൽ അയക്കുക, ഉറപ്പായിട്ടും അതിൻ്റെ ഒരു തീരുമാനം കിട്ടുന്നതായിരിക്കും. അടുത്തത്, കാർ എഞ്ചിൻ ഹോട്ട് ആയിരിക്കുമ്പോൾ എഞ്ചിൻ റൂമിൽ വാട്ടർ ഒഴിക്കാമോ? സേഫ് ആലുവയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായാലും തെറ്റായ ഒരു കാര്യമാണ്. ഒരു കാരണവശാലും വാഹനത്തിന്റെ എഞ്ചിൻ ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല. അതിപ്പോൾ വാഷ് ചെയ്യാനാകട്ടെ എന്ത് കാര്യത്തിനും ആകട്ടെ ഒരു കാരണവശാലും. കാരണം ഇതൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം
ഞാൻ ചില സിറ്റുവേഷനിൽ കണ്ടിട്ടുള്ളതാണ്, വാഹനം കുറച്ച് ഓവർ ഹീറ്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ റേഡിയേറ്ററിനകത്ത് വെള്ളം ഒഴിക്കണമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് വെള്ളം കോരി ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റായ ഒരു രീതിയാണ്, വളരെ തെറ്റായ ഒരു രീതിയാണ്. ഒരു കാരണവശാലും നമ്മൾ എഞ്ചിൻ തണുക്കാൻ വേണ്ടി എഞ്ചിൻ്റെ പുറത്തോട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെള്ളം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഹീറ്റ് ആൻഡ് കോൾഡും തമ്മിൽ മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഒരു ക്രാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിന് പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അടുത്തത് 2011 BS3 ഹോണ്ട യൂണിക്കോൺ CO2 മാത്രം ഹൈ ആയി, എയർ ഫിൽട്ടർ ഓയിൽ പ്ലഗ് മാറി, സ്റ്റിൽ ഫെയിൽ ആണ്, വാട്ട് ടു ഡു? ഈ 2011 മോഡൽ BS3 ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഒന്ന് കൺഫേം ചെയ്യുക. 4 ആണോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, വോട്ട് എവർ ഇറ്റ് ഈസ്, കുഴപ്പമില്ല. 11 തൊട്ട് 4 ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്ന് നോക്കി കൺഫേം ആക്കുക. പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, CO2 കൂടുതലാണെങ്കിൽ, കാർബൺ എമിഷൻ കൂടുതലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൊണ്ടുണ്ട്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്തുള്ള ഫ്യൂവൽ ഫുള്ള് കളയുക, അതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് പുതിയ ഫ്യൂവൽ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ കറുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. എഞ്ചിൻ ഓയിൽ മാറി എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഈ മാറി എത്ര നാൾ കൂടിയിട്ടാണെന്നുള്ളത് എനിക്ക് കൃത്യം അറിയത്തില്ല. കാരണം ഒരുപാട് നാൾ ഓയിൽ മാറാതിരുന്നിട്ട് പൊല്യൂഷൻ കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് പോയി ഓയിൽ മാറി കഴിഞ്ഞിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തതിന് ശേഷം ഓയിൽ കറുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായി, ഇനി കറുത്തിട്ടില്ലെങ്കിൽ പോലും ഒന്നുകൂടെ ഓയിൽ റീപ്ലേസ് ചെയ്യുക. ഫുൾ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയുക, പുതിയ ഓയിൽ ഒഴിക്കുക, പെട്രോളിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പെട്രോളും കൂടെ ഒന്ന് പുതിയത് അടിച്ചതിന് ശേഷം ഒരു 50 കിലോമീറ്റർ ഓടിയതിന് ശേഷം മാത്രം പോയി പൊല്യൂഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ ബസ് ഓടിക്കുന്ന ഒരാളോട് ഞാൻ ഇത് പറഞ്ഞു, അപ്പോൾ ഇത് സമ്മതിച്ച് തരുന്നില്ല. എന്ത് ചെയ്യാനാണ്? നല്ലത് പറഞ്ഞാലും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. എന്തായാലും നല്ലൊരു അറിവാണ് ബ്രോ ഇത്. അത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഗിയർ ലിവറിൻ്റെ പുറത്ത് കൈ വെച്ച് ഓടിക്കരുതെന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. ഗിയർ ലിവറിൻ്റെ പുറത്ത് കൈ വെച്ച് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ അവിടെ വളരെ പതുക്കെ തേയ്മാനം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങൾ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലെ പിടിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത്. ഒരുപാട് നാൾ കഴിയുമ്പോൾ ഈ സ്റ്റിയറിംഗ് വീലിൽ ചെറിയൊരു തേയ്മാനം കാണാൻ സാധിക്കും. നമ്മുടെ സാധാ സ്റ്റിയറിംഗ് വീലിൽ തന്നെ നിങ്ങൾ കൈ സ്ഥിരം പിടിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആംറസ്റ്റിൻ്റെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം സംഭവിക്കും, അല്ലെങ്കിൽ ചെറിയ രീതിക്ക് ഒരു തേയ്മാനം വരും. വെറുതെ കൈവച്ചാൽ എങ്ങനെ തേയ്മാനം വരും എന്നുള്ളതിന്റെ കൃത്യം എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യുക, കൈ മാറ്റി വെക്കുക. ഒരു കാരണവശാലും ഗിയർ ലിവറിന്റെ പുറത്ത് കൈ വെച്ച് അവിടെ പണി ഉണ്ടാക്കാൻ നിൽക്കരുത്. റോങ് ഫ്യൂവൽ അടിച്ച് വണ്ടിയുടെ റീസെയിൽ വാല്യൂ കുറയുമോ? പെട്രോൾ വണ്ടി ഡീസൽ അടിച്ചാൽ ആൻഡ് വൈസ് വേഴ്സ, ബൈ റോമിയോ റോയ്. ശരിക്കും നമ്മുടെ വാഹനത്തിന്റെ ഫ്യൂവൽ മാറി അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് റീസെയിൽ വാല്യൂ ആയിട്ട് അതിന് വലിയ ബന്ധമൊന്നും വരുന്നില്ല. പക്ഷേ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡീസൽ വാഹനത്തിലോട്ട് പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ വാഹനം മിസ്സിങ് പോലെ കാണിച്ച് വാഹനം ഓഫായി പോകും. നമ്മളത് ഫുൾ അഴിച്ചെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഡീസൽ വാഹനത്തിൽ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ടേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അത് റീസെയിൽ വാല്യൂവിന് അങ്ങനെ ബാധിക്കത്തില്ല. പക്ഷേ എന്തെങ്കിലും മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ ബാധിക്കും. വാഹനം ഓടിച്ചു നോക്കി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കത് അറിയാൻ സാധിക്കും. കാർ കവർ ഉപയോഗിക്കുന്നത് ശരിയാണോ തെറ്റാണോ? കവർ ഇട്ട് കഴിഞ്ഞാൽ കാറിന് ദോഷം സംഭവിക്കുമോ? വാഹനം കവറിട്ട് മൂടി വെക്കുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ ഒഴിവാക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം ചെയ്യാൻ ഞാൻ പറയത്തുള്ളൂ. അതായത് നിങ്ങൾ വാഹനം റോഡിലാണ് പാർക്ക് ചെയ്യുന്നത്, റോഡിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല പൊടിയൊക്കെ വരും, ആൾക്കാർ അതിലേക്ക് പോകുമ്പോൾ തട്ടും മുട്ടും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കവർ ഇട്ടോളൂ. ഇനി ഈ കവർ ഇടുന്നതിൻ്റെ ദോഷ സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ, ഊര എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ സ്ക്രാച്ചസ് ഉണ്ടാകും. ഈ ആദ്യത്തെ ചെറിയ സ്ക്രാച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ചെറിയ സ്ക്രാച്ച് തന്നെ വലുതാകും. അതൊരു പ്രശ്നമാണ്. പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ചെറിയ രീതിക്ക് ഈർപ്പം വല്ല വാഹനത്തിനകത്തുണ്ടെങ്കിൽ മൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും അകത്ത് ഫംഗസ് പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ കുറച്ച് ഡ്രോബാക്സ് ആണ് മെയിനായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി കവർ ഇടുന്നതിൻ്റെ കുഴപ്പങ്ങൾ വരുന്നത്. പക്ഷേ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്തേ പറ്റത്തുള്ളൂ. ട്രാക്ഷൻ കൺട്രോൾ ലൈറ്റ് ഷോ ആണ് കാർ റണ്ണിങ്, അതിന് എന്താണ് ചെയ്യേണ്ടത്? അതായത് ട്രാക്ഷൻ കൺട്രോൾ ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനം ഏതെങ്കിലും രീതിക്ക് ടയേഴ്സ് സ്കിഡ് ആവുകയോ അല്ലെങ്കിൽ ട്രാക്ഷൻ കിട്ടാതെ വരുന്ന സമയത്താണ് ആ വാർണിംഗ് ലൈറ്റ് കാണിച്ച് അവിടെ ഒരു ബ്രേക്കിംഗ് കൊടുക്കുന്നുള്ളത് ഡ്രൈവർക്ക്, അതായത് വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രമേ. അതിനെക്കുറിച്ചൊരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അത് MZ Explorer എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ട്. EV
എങ്ങനെ ക്ലീൻ ചെയ്യും എഞ്ചിൻ റൂം, അതായത് EV വാഹനത്തിന്റെ എഞ്ചിൻ റൂം എങ്ങനെ ക്ലീൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ഇലക്ട്രിക്കൽ പാർട്സും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അവിടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലോവർ യൂണിറ്റ് മേടിച്ച് വെക്കുക, ഒന്ന് നന്നായിട്ട് എയർ അടിക്കുക. നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് നമ്മുടെ സേഫ്റ്റി സൈഡ് നോക്കിയതിന് ശേഷം മാത്രം വാഹനത്തിൽ നല്ല രീതിക്ക് എയറൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. തുണി എന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോ ഫൈബർ ക്ലോത്ത് തന്നെയായിരിക്കും നല്ലത്. വാഹനം ഓഫ് ചെയ്ത കണ്ടീഷനിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന കണ്ടീഷനിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ പാടില്ല. ഏതായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഉറപ്പായിട്ടും എല്ലാ ബുധനാഴ്ചകളും ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.